ഹായ്, എല്ലാവർക്കും ഭാഗ്യലക്ഷ്മിയുടെ മഹാ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജയലാലിനോട് ഫോൺ വിളിച്ച് സംസാരിച്ച ശേഷം ദീപയുടെ അടുത്തേക്ക് വരികയാണ് ദിയ. ദീപ ചോദിക്കുകയാണ്, കാമുകനോടാണോ സംസാരിച്ചത്? കാമുകനോന്ന് ദീപ ചോദിക്കുമ്പോൾ ദിയ പറയുകയാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, എന്നാലും കല്യാണം കഴിയുന്നത് വരെ കാമുകനാണ്. എന്താ ആള് പറഞ്ഞത്? നാളെ അമ്മയുമായിട്ട് വരുമെന്ന്. എനിക്ക് പേടിയാവുന്നു ദിയെ, അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വീടും പരിസരവും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഇടണമെന്ന് പറഞ്ഞു. ഇപ്പൊ ചേച്ചി വൃത്തിയാക്കി ഇടുന്നുണ്ടല്ലോ, പിന്നെ ഈ വീടിനകത്ത് വൃത്തിഹീനമായ അവസ്ഥയൊന്നും ഇല്ലല്ലോ. എല്ലാം വെട്ടി തുറന്നു പറയുന്ന സ്വഭാവമാണ് ലാലേട്ടന്റെ അമ്മയ്ക്ക്. അത് ചിലപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് പിടിച്ചെന്ന് വരില്ല. അമ്മയോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണം. ഇത് കേട്ട് ദിയ പറയുകയാണ്, അമ്മയ്ക്കാണ് ചേച്ചിയെക്കാളും ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹം. ആ നിലയ്ക്ക് അമ്മ ഒരു കാരണവശാലും അവരെ നോവിച്ചു വിടില്ല. പിന്നെ സൂക്ഷിക്കേണ്ടത് അച്ഛനെയാണ്. ആ സമയത്ത് എന്തൊക്കെയാണ് ആ നാവിൽ നിന്ന് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ദീപ പറയുകയാണ്, അച്ഛനും എന്റെ വിവാഹം നടക്കണമെന്നുണ്ട്. എന്നിട്ട് താല്പര്യത്തോടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അച്ഛൻ അവര് വരുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുമോ എന്നാണ് എന്റെ പേടി. ദിയ പറയുകയാണ്, അത് പറയരുതെന്ന് ചേച്ചി തന്നെ അച്ഛനോട് പറയണം. ഒരു കാര്യവും മറച്ചു വെച്ച് കല്യാണം നടത്തുന്നത് ശരിയല്ല എന്നല്ലേ അച്ഛൻ പറയുന്നത്? ഓ, ഒരു സത്യസന്ധൻ. ചേച്ചിയുടെ കല്യാണത്തിന്റെ കാര്യം വന്നപ്പോൾ മാന്യനാവാൻ നോക്കുകയാണ്. ലാലേട്ടന്റെ അമ്മ വന്ന് പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി വിവാഹം നടത്താമെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഇതിപ്പോ കർക്കിടക മാസം ആണല്ലോ. ചിങ്ങമാസത്തിൽ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ട്. അതിൽ ആദ്യത്തെ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ കല്യാണം നടത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ നടക്കണം. ദിയ പറയുകയാണ്, ഈ കല്യാണം കഴിയുന്നതോടെ ചേച്ചിയെ കളിയാക്കുന്നവരും തുറച്ചു നോക്കുന്നവരുമൊക്കെ അതൊക്കെ അങ്ങ് നിർത്തും. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്കാണോ അതൊരു പ്രയാസം? എന്തായാലും ലാലേട്ടന്റെ അമ്മ വരുമ്പോൾ എല്ലാവരും മാന്യമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്താൽ മതി. കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചിയുടെ ലാലേട്ടനെ. പിന്നീട് കാണിക്കുന്ന ജയലാലും അച്ഛനും സംസാരിക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, എടാ മോനെ, ഞാൻ ഇന്നലെ രാത്രിയും പറഞ്ഞു നിന്റെ അമ്മയോട് കാര്യങ്ങൾ. നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണിത്. ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണമെന്ന്. നീ ജയിലിൽ കിടന്ന കാര്യമൊന്നും പറയല്ലേ എന്ന്. ഒന്നും മിണ്ടിയില്ല. എല്ലാം ഇങ്ങനെ മൂളി കേട്ടതേ ഉള്ളൂ. ഈ വീട്ടിൽ നിന്നെയും ചാരുലതയുമാണ് രാഗത്തിന് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് കലമുടക്കില്ല എന്ന് കരുതാം. ജയലാൽ പറയുകയാണ്, ദീപയുടെ അമ്മയും കുറച്ച് സ്ട്രിക്റ്റ് ആണ്. മുഖം നോക്കാതെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് അവർക്ക് ശത്രുക്കൾ ഒരുപാടുള്ളത്. പിന്നെ അച്ഛന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു വക്കീലാണ്. വക്കീലന്മാരെ രാഗത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് അറിയില്ലേ നിനക്ക്? അമ്മയുടെ സംസാരം കേട്ടിട്ട് അവരും അതേ ശൈലിയിൽ സംസാരിക്കാതിരുന്നാൽ മതിയായിരുന്നു. അച്ഛൻ പറയുകയാണ്, ഇതുവരെ നമ്മൾ പെണ്ണ് കാണാൻ പോയ വീട്ടിലൊന്നും രാഗം വന്നിട്ടില്ല. എന്നിട്ടും അമ്മ ജയിലിലാണെന്ന് പറയുമ്പോൾ മുഖം തിരിക്കുന്നവരായിരുന്നു എല്ലാവരും. ഇവിടെ പിന്നെ രാഗം അത് പറയില്ല എന്ന് വെക്കാം. എന്നാലും പെണ്ണ് കാണാൻ വരുന്നത് പേടിയോടെ തന്നെ കാണണം. എന്നാൽ പിന്നെ അച്ഛനും കൂടെ വന്നൂടെ? അച്ഛൻ പറയുകയാണ്, ഞാൻ വരണമെന്ന് രാഗം പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ വരാത്തതാണ് നല്ലത്. വന്നാൽ പിന്നെ ഈ വീട്ടിൽ എനിക്കുള്ള സ്ഥാനം കല്യാണത്തിന് മുൻപ് തന്നെ അവരറിയും. ഞാൻ അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടരുതെന്ന് എന്നോട് ആംഗ്യം കാണിക്കും. മിണ്ടരുതെന്ന് പറയും. പിന്നെ ഉമിനീരിറക്കി ഇരിക്കാനേ കഴിയൂ. അന്നേരം അവിടേക്ക് അളിയനും പെങ്ങളും എത്തുകയാണ്. നിങ്ങളും വരുന്നുണ്ടോന്ന് ജയലാൽ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ്, ഇവരെ കൊണ്ടുപോകാത്തതാണ് നല്ലത്. അളിയൻ പറയുകയാണ്, ഞങ്ങൾ പോകുന്നില്ലേ? പിന്നെ ഞങ്ങൾ പോയിട്ട് ആ പെങ്കൊച്ചു പിന്നെ തരക്കേടില്ല എന്ന് പറയണം. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവൾ ഈ വീടൊക്കെ തലയിലെടുത്ത് വെക്കണം. പിന്നെ പിന്നെ ഇവളുടെ മെക്കിട്ട് കയറണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകണം. അതോടെ അമ്മായി ഞങ്ങളെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടണം. അച്ഛൻ പറയുകയാണ്, അതാണ് കല്യാണം കഴിഞ്ഞു വന്നാലേ ആണത്തമുള്ള ആണുങ്ങൾ ഭാര്യയും കൊണ്ട് സ്വന്തം വീട്ടിൽ താമസിക്കും. അളിയൻ പറയുകയാണ്, അങ്ങനെ താമസിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അമ്മായി വളർത്തിയ ഈ മോള് അടങ്ങി ഒതുങ്ങി എന്റെ വീട്ടിൽ നിൽക്കണ്ടേ? മാത്രവുമല്ല, ഇവിടെ അമ്മായിയമ്മ മരുമോളുടെ തലയടിച്ചു പൊട്ടിച്ചെങ്കിലേ അവിടെ തിരിച്ചാണ്. വഴക്ക് പരിധി വിട്ടുപോയാൽ ഇവള് എന്റെ അമ്മയുടെ തലയടിച്ചു പൊട്ടിക്കും. അങ്ങനെയാണ് ഇവൾക്ക് ക്ലാസ് കൊടുത്ത് വിട്ടിരിക്കുന്നത്. ഹേമ ചോദിക്കുകയാണ്, ഞാൻ ഇത് അമ്മ ഇറങ്ങി വരുമ്പോൾ പറയട്ടെ? പറഞ്ഞാൽ ഹേമത്തിന് ഇന്നു മുതൽ ഭർത്താവില്ലാണ്ടാവും. രണ്ടാം കെട്ട് വേണമെന്ന് വെച്ചാൽ ഈ വീടുമായിട്ട് ചേർന്ന് പോകുന്ന ഒരാൾ പിന്നെ വേണ്ടേ? ഏട്ടാ, നീ അമ്മയെയും കൊണ്ട് അവിടേക്ക് പോകുന്നത് സന്തോഷത്തോടുകൂടി ആയിരിക്കണം. തിരിച്ചു വരുന്നത് പക്ഷേ നിരാശയോടുകൂടി ആയിരിക്കുമോ? അളിയൻ പറയുകയാണ്, സംശയം എന്ത് ആയിരിക്കും? അച്ഛൻ ദേഷ്യപ്പെടുകയാണ്, എടാ നാവെടുത്ത് വളയ്ക്കാതെ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ് ഞാനും മോനുമൊക്കെ. അന്നേരം പോകാൻ റെഡിയായി വരികയാണ് രാഗിണി. ജയലാലിന്റെ അച്ഛൻ പറയുകയാണ്, ഒറ്റ ദിവസം എന്റെ രാഗം വീട്ടിലങ്ങ് നിന്നതേ ഉള്ളൂ, സുന്ദരിയായി. ഹേമ പറയുകയാണ്, അമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്.
രാഗിണി പറയുകയാണ്, അമ്മയ്ക്ക് ഏത് വേഷവും നന്നായിട്ട് ചേരും. എന്റെ മരുമകൾ ഈ വീട്ടിന് ചേരുമോ എന്നാണ് എനിക്കറിയേണ്ടത്. നീ എന്നോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു, അതെല്ലാം ഞാൻ കേട്ടു. ഇനി കേൾക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും മിണ്ടാതെ ജയലാൽ നിൽക്കുമ്പോൾ രാഗിണി വീണ്ടും ദേഷ്യപ്പെടുകയാണ്. പെൺകുട്ടിയെയും അവരുടെ വീട്ടുകാരെയും കുറിച്ച് പറയാത്തതായി എന്തെങ്കിലും ഉണ്ടോന്ന്. ജയലാൽ പറയുകയാണ്, ഒന്നുമില്ലമ്മേ. എങ്കിലും അളിയന്റെ മുഖത്ത് നല്ല പ്രഷറുണ്ട് അല്ലേ ഹേമേ എന്ന് പറയുകയാണ് പ്രേമൻ. ശരിയാണ്, ഏട്ടന്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. എനിക്കെന്തിനാ ടെൻഷൻ? അമ്മയ്ക്ക് ആ വീടിനെയും വീട്ടുകാരെയും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛൻ പറയുകയാണ്, ഉള്ളത് പറയാമല്ലോ രാഗം. മോൻ ഇതിനു മുമ്പ് കുറെ പെണ്ണ് കണ്ടതാണ്. പക്ഷേ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് ഇവളെ വേണമെന്ന് തറപ്പിച്ചു പറയുന്നത് ഇതാദ്യമായിട്ടാണ്. രാഗിണി പറയുകയാണ്, അപ്പോൾ അത്രയ്ക്ക് മയക്കുവിദ്യ ഉണ്ടെന്നർത്ഥം. പ്രേമൻ പറയുകയാണ്, കറക്റ്റ്. ചില പെണ്ണുങ്ങൾ കറക്കി വീഴ്ത്താൻ മിടുക്കികളായിരിക്കും. കല്യാണം കഴിഞ്ഞാലോ ആണുങ്ങളെ കറവ പശുക്കളാക്കുകയും ചെയ്യും. അച്ഛൻ പറയാണ്, ഇവിടെ നീ മാത്രം തിരിച്ചാണ്. ഭാര്യയ്ക്ക് എങ്ങനെ ചിലവിന് കൊടുക്കാതിരിക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരം രാഗിണി ചോദിക്കുകയാണ്, അതൊന്നും പ്രശ്നമില്ല. അവൻ ഹേമ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, അത് മതി. അങ്ങനെ ജീവിക്കത്തുള്ളൂ എന്റെ മരണം വരെ. എന്നാൽ ഇറങ്ങാമെന്ന് ജയലാലിനോട് പറയുകയാണ് രാഗിണി. പോകാൻ നേരം ജയലാൽ പറയുകയാണ്, അമ്മയോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവിടെ പറയേണ്ടാത്ത ചില കാര്യങ്ങൾ. അതൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ജയിലിൽ കിടന്നു കരുതി എനിക്ക് മറവി രോഗമൊന്നും ബാധിച്ചിട്ടില്ല. ഞാനൊന്നും മറക്കാറുമില്ല. നീ വണ്ടിയെടുക്ക്. അതേസമയം ദീപയെ ഒരുക്കുകയാണ് ദിയ. ആകെ ടെൻഷനോട് കൂടിയിരിക്കുകയാണ് ദീപ. ദിയ പറയുകയാണ്, ഏതായാലും അമ്മ വരികയല്ലേ, അവരെ കണ്ടിട്ട് ഞാൻ പറയാം അവരുടെ മനസ്സ് ശുദ്ധമാണോ അല്ലയോ എന്ന്. ഡോക്ടർ ഇക്ബാലിനോട് സംസാരിക്കുകയാണ് വിജയകുമാർ. വിജയകുമാർ പറയുകയാണ്, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു എന്നായിരുന്നു പരാതി. ഇന്ന് പിന്നെ പയ്യൻ അമ്മയും കൂട്ടിയല്ലേ വരുന്നത്, അതുകൊണ്ട് പരാതി തീർക്കാമെന്ന് കരുതി. ഡോക്ടർ പറയുകയാണ്, പയ്യന്റെ അമ്മ കർക്കശ സ്വഭാവക്കാരിയാണ്. അതുകൊണ്ട് അവർ എന്തു പറഞ്ഞാലും അത് കാര്യമാക്കേണ്ട. എത്രയും പെട്ടെന്ന് എന്റെ മോളുടെ കല്യാണം കഴിയണം എന്നാണ് എന്റെ ആഗ്രഹം. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചിട്ട് കല്യാണം നടത്തുകയാണെങ്കിൽ ആരുടെയും മുൻപിൽ ചൂളു നിൽക്കേണ്ട ആവശ്യം ഇല്ല. അതേസമയം അവിടേക്ക് എത്തുകയാണ് ജയലാലും അമ്മയും. കാറിൽ നിന്നിറങ്ങി രാഗിണി പറയുകയാണ്, നമ്മുടെ വീടിന്റെ അത്രയൊന്നും പോരാ, കാഴ്ചയ്ക്ക് ഒരു എടുപ്പും ഇല്ല. വീടിനകത്തുള്ളവരൊക്കെ നല്ലവരാണമ്മേ, കാണട്ടെ കാണട്ടെ എന്ന് പറയുകയാണ് രാഗിണി. ഭാഗ്യലക്ഷ്മി വിജയകുമാറിനോട് പറയുകയാണ്, അതെ, പയ്യന്റെ അമ്മയും പയ്യനും കൂടി വരുമ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് നല്ല കാര്യമാണ്. അവർ കുറച്ച് മേൽക്കോയ്മ കാണിച്ചാലും അത് ഇഷ്ടപ്പെടാതെ അവർക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കരുത്. സംസാരിച്ചവരോട് മുഷിയരുത്. വിജയകുമാർ ദേഷ്യപ്പെടുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ എന്ത് സംസാരിക്കണമെന്ന് നീ ഒരു വെള്ള പേപ്പറിൽ എഴുതാ, ഞാൻ അതിനനുസരിച്ച് സംസാരിച്ചോളാം. ഡോക്ടറെ കാണുമ്പോൾ രാഗിണി പറയുകയാണ്, ഡോക്ടറാണ് ഈ ആലോചന കൊണ്ടുവന്നതെന്ന് പറഞ്ഞു, അതാണൊരു സമാധാനം. അതേസമയം ഭാഗ്യലക്ഷ്മിയും വിജയകുമാറും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നമസ്കാരം പറയുകയാണ് വിജയകുമാർ. വിജയകുമാറിനെ ഒന്ന് നോക്കിയിട്ട് രാഗിണി ചോദിക്കുകയാണ്, വക്കീലാണല്ലേ? അതെ, എനിക്ക് വക്കീലന്മാരോട് വലിയ താല്പര്യമൊന്നും ഇല്ല. നിങ്ങൾ കയറുന്ന ഡോക്ടർ പറയുമ്പോൾ അകത്തേക്ക് കയറുകയാണ് ജയലാലും രാഗിണിയും. അകത്തേക്ക് കയറി രാഗിണി പറയുകയാണ്, ഞാൻ പറഞ്ഞത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറയേണ്ടത് പറയണം. എല്ലാവരോടും ഇരിക്കാൻ പറയുകയാണ് വിജയകുമാർ. വിജയകുമാറും ഇരിക്കുമ്പോൾ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുകയാണ് രാഗിണി. അത് ഇഷ്ടപ്പെടുന്നില്ല വിജയകുമാറിന്. എന്താ പേര് പറഞ്ഞതെന്ന് ഭാഗ്യലക്ഷ്മിയോട് രാഗിണി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഭാഗ്യലക്ഷ്മി എന്ന് പറയുകയാണ് ജയലാൽ. അന്നേരം രാഗിണി ദേഷ്യപ്പെടുകയാണ്, ഞാൻ അവരോടല്ലേ ചോദിച്ചത്, അവർക്കെന്താ നാവില്ലേ? അത് കേട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. ഭാഗ്യലക്ഷ്മി എന്നാണ് പേര്. ശരി, ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ചോദിച്ചെന്നേ ഉള്ളൂ. സസ്പെൻഷനിലാണല്ലേ? അതെ. എന്താ, കൈക്കൂലി വാങ്ങിച്ചോ? ഞാൻ കൈക്കൂലി വാങ്ങാറില്ല. നേരാവണ്ണം ജോലി ചെയ്യുന്നവരെ ഒന്നും സസ്പെൻഡ് ചെയ്യാറില്ലല്ലോ. ഓ. വിജയകുമാർ പറയുകയാണ്, തന്റെ ഇടം കുറച്ച് കൂടിപ്പോയി, എടുത്തുചാട്ടവും അതുകൊണ്ട് സംഭവിച്ചതാണ്. മോൾക്കും ഈ സ്വഭാവമൊക്കെ ഉണ്ടോ? എന്നെ ഒരു ദിവസം ജയിലിൽ വന്ന് കണ്ടായിരുന്നു ഇവനോടൊപ്പം. നേരം ഭാഗ്യലക്ഷ്മിയും വിജയകുമാറും ഒന്നമ്പരക്കുകയാണ്. ഇന്ന് അങ്ങനെയൊന്നും തോന്നിയില്ല. കല്യാണത്തിന് മുമ്പ് എല്ലാവരും പഞ്ചപാവങ്ങൾ ആയിരിക്കുമല്ലോ, അത് കഴിഞ്ഞല്ലേ വെളിച്ചപ്പാടാകുന്നത്. എന്താ പേരെന്ന് വിജയകുമാറിനോട് ചോദിക്കുമ്പോൾ വിജയകുമാർ പറയുകയാണ്, വിജയകുമാർ. എന്താ വിജയ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 100% ശരിയാണ്. അന്നേരം രാഗിണി ചോദിക്കുകയാണ്, പിന്നെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് എല്ലാവരെയും കെട്ടിക്കൊണ്ടുവരുന്നത്? അന്നേരം വിജയകുമാറിനോടൊന്ന് കണ്ണടച്ച് കാണിക്കുകയാണ് ഡോക്ടർ ഇക്ബാൽ. എന്തായാലും ഇവൻ വന്ന് പെണ്ണിനെ കണ്ടു, ഞാനും അവളെ കണ്ടു. ഇനി വലിയ ഒരുക്കമൊന്നും വേണ്ട, ചായയും കൊണ്ട് വരാൻ പറയുക. വിജയ, എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി വെട്ടി തുറന്നു പറയും, അതാണ് എന്റെ ശീലം. അതിന്റെ പേരിൽ ആർക്കെന്ത് തോന്നിയാലും എനിക്കൊരു ചുക്കും ഇല്ല. ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഡോക്ടർ തന്നെ നോക്കുകയാണ് വിജയകുമാർ. വിജയകുമാർ മനസ്സിൽ കരുതുകയാണ്, ഇത് 10 ഭാഗ്യലക്ഷ്മിമാർ ഒന്നിച്ചു ചേർന്നതാണല്ലോ. ഇപ്പോഴും ഭർത്താവ് ജീവിച്ചിരിക്കുന്നത് ഭാഗ്യം.
അതേസമയം അടുക്കളയിൽ ദീപയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ് ദിയ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആ അമ്മയെ കണ്ടിട്ട് ജയലാൽ പറഞ്ഞതുപോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. സംസാരത്തിനൊക്കെ ഒരു കനമുണ്ട്. ഒന്നാമതേ അമ്മയുടെ മോൾ ഇവിടെ പേടിച്ചു നിൽക്കുകയാണ്. അതിന്റെ കൂടെ ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കരുത്. പക്ഷെ ഈ ലോകത്ത് എനിക്കൊരാളെ മാത്രമേ പേടിയുള്ളൂ, അതെന്റെ അമ്മയാണ്. അത് ശരി, അപ്പോൾ ഞാൻ അത്രയ്ക്ക് ഭീകരരൂപിയാണോ? എന്റെ അമ്മ നല്ല അമ്മയല്ലേ? അതുകൊണ്ട് അമ്മയുടെ മുൻപിൽ തെറ്റ് ചെയ്തിട്ട് നിൽക്കാൻ ഒത്തിരി പ്രയാസമുണ്ട്. അപ്പോ തെറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഈയിടെയായിട്ട് നിന്റെ പോക്കൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചായയും കൊണ്ടുവരാൻ ദീപയെ വിളിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. മോൾ ഏതായാലും ഓവർ ടെൻഷനൊന്നും കാണിക്കാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നന്നായി മറുപടി പറയണം. ദീപ പറയുകയാണ്, എന്തെങ്കിലുമൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മറന്നു പോകാതെ പറയണേ. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, കാണാതെ പഠിക്കാൻ ഇതെന്താ എക്സാം ആണോ? അതെ, ഇതൊരു എക്സാം തന്നെയാണ്. ആദ്യ പരീക്ഷയിൽ ചേച്ചി പാസ്സായി. ഇതാണ് വലിയ പരീക്ഷ. ഇനി അമ്മായിയമ്മയ്ക്ക് കൂടി ഇഷ്ടമായാൽ ചേച്ചി കടന്നുകൂടും. പിന്നീട് ചായയുമായി ചെല്ലുകയാണ് ദീപ. വിജയകുമാർ പറയുകയാണ്, അമ്മയും ജയലാലും കൂടി വരുമെന്ന് പറഞ്ഞപ്പോൾ ലാലിന്റെ അച്ഛനും കൂടി കാണുമെന്നാണ് കരുതിയത്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടതുപോലെയാണ്. അതുകൊണ്ടാണ് ഗംഗയെ കൂട്ടാതിരുന്നത്. വിജയകുമാർ ചോദിക്കുകയാണ്, ഞാൻ മോളുടെ കാര്യമല്ല ചോദിച്ചത്, ഹസ്ബൻഡിന്റെ കാര്യമാണ്. അന്നേരം രാഗിണി അത് കേട്ട് പറയുകയാണ്, ഹസ്ബൻഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഹസ്ബൻഡാണ് ഗംഗാധരൻ. അത് കേട്ട് ഡോക്ടർ ഒന്ന് നോക്കുകയാണ് വിജയകുമാർ. അതേസമയം ചായ കൊടുക്കുകയാണ് ദീപ രാഗിണിക്ക്. ചായ കുടിച്ച് രാഗിണി ചോദിക്കുകയാണ്, ഇത് നീ ഇട്ട ചായയാണോ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അല്ല, ഞാനാണ് ചായ ഇട്ടത്. രാഗിണി ദേഷ്യപ്പെടുകയാണ്, നീയാണോടി കല്യാണ പെണ്ണ്? നീ കല്യാണ പെണ്ണിന്റെ അമ്മയല്ലേ? ആ സംസാരം ഭാഗ്യലക്ഷ്മിക്കും വിജയകുമാറിനും ഇഷ്ടപ്പെടുന്നില്ല. അത് മോള് ഒരുക്കമൊക്കെ ആയതുകൊണ്ടെന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ രാഗിണി ചോദിക്കുകയാണ്, ഒരു ചായ പോലും ഇടാൻ പറ്റില്ലാത്ത ഒരുത്തിയെ എന്റെ വീട്ടിലേക്ക് ആവശ്യമില്ല. മോൾക്ക് ചായ ഇടാൻ അറിയാം, അത്യാവശ്യം പാചകവും അറിയാം. അന്നേരം അവിടേക്ക് വരികയാണ് ദിയ. രാഗിണി ചോദിക്കുകയാണ്, ഇതിന്റെ താഴെ ഒരു പെൺകൊച്ചും കൂടി ഉണ്ടല്ലേ? ദിയ മോള് ഇവിടെ തന്നെ ഉണ്ട്, ദേ വന്നു എന്നും പറഞ്ഞ് ദിയയെ കാട്ടുകയാണ് ഭാഗ്യലക്ഷ്മി. ആഹാ, ഇവളെയും കെട്ടിക്കാറായല്ലോ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, പക്ഷെ മോള് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നാ പിന്നെ ഇവക്കും അങ്ങനെ തന്നെ പോരായിരുന്നോ? ജയലാൽ പറയുകയാണ്, എനിക്കിപ്പോൾ തന്നെ നല്ല തിരക്കാണല്ലോ അമ്മേ, പിന്നെ ദീപയ്ക്കൊരു ജോലിയുടെ ആവശ്യമില്ലല്ലോ. പെൺകുട്ടികളെ വീട്ടിൽ തന്നെ ഏതു നേരവും നിർത്തുന്നത് കുഴപ്പമാണ്. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, കോയമ്പത്തൂരിൽ നിന്ന് വന്നപ്പോൾ മോളും വന്നായിരുന്നോ കൂടെ? അത് മനസ്സിലാവാതെ രാഗിണി ജയലാലിനെ നോക്കുകയാണ്. എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് രാഗിണി. അന്നേരം ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അല്ല, കോയമ്പത്തൂരുള്ള ഇളയ മകൾക്ക് വേണ്ടി ചേച്ചി കൂട്ടിരിക്കാൻ പോയതാണല്ലോ. എന്നാര് പറഞ്ഞു? ജയലാൽ പറഞ്ഞു. നീ എങ്ങനെ പറഞ്ഞായിരുന്നോടാന്ന് ജയലാലിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് രാഗിണി. കള്ളം പറഞ്ഞാൽ നിന്റെ കരണക്കുട്ടി അടിച്ച് ഞാൻ പൊട്ടിക്കും. നേരം വിറച്ച് ചായക്കപ്പ് ടീപ്പോയിലേക്ക് വയ്ക്കുകയാണ് ജയലാൽ. രാഗിണി പറയുകയാണ്, ഞാൻ കോയമ്പത്തൂരൊന്നും ആയിരുന്നില്ല. എന്നിട്ട് വിജയകുമാറിനോട് പറയുകയാണ്, പിന്നെ എവിടെയായിരുന്നു എന്ന് ചോദിക്കു വിജയ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ താൻ വക്കീലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വക്കീലന്മാരെ ഇഷ്ടമല്ലാന്ന്. അതിനൊരു കാരണമുണ്ട്. ഇവന്റെ മൂത്ത നേരെ ഒരാൾ ഹരിലാൽ, എന്റെ വീട്ടിലെ മൂത്ത സന്തതി. ഒരുപാട് താലോലിച്ച് വളർത്തിയതാണ്. അവൻ കെട്ടിയതോ ഒരു വക്കീലമ്മയുടെ മോളെയും, പൂജ. അവൾ ജനിച്ചപ്പോഴേ അവളുടെ അമ്മ അച്ഛനെ അടിച്ച് പുറത്താക്കിയതാണ്. അതാണ് ഇനം. അവര് വക്കീലായതുകൊണ്ട് ബന്ധം പിരിയാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. അവരുടെ കേസ് സ്വന്തമായിട്ടങ്ങ് വാദിക്കാം. എന്തിനു പറയുന്നു, അവരുടെ മോള് മൂത്ത മരുമകളായിട്ട് എന്റെ വീട്ടിലോട്ട് കയറി വന്നു. അതോടെ വീടിന്റെ താളം തെറ്റി. എന്നെ അനുസരിക്കാത്തവളൊന്നും എന്റെ വീട്ടിൽ വാഴത്തില്ല. എന്നിട്ടും അവള് വാഴാൻ നോക്കി. അവളുടെ അമ്മ വക്കീലാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുന്ന മോൾക്ക് അവൾക്ക് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കും അവളുടെ അമ്മ. അത് കേട്ടിട്ട് വീട്ടിലുള്ളവരെ ഭരിക്കാനായിട്ടാണ് അവൾ തിരികെ വരുന്നത്. അത് കൂടിയപ്പോൾ കയ്യിൽ കിട്ടിയതെടുത്ത് ഞാൻ അവളുടെ തലമണ്ട അടിച്ചങ്ങ് പൊട്ടിച്ചു. ഇത് കേട്ട് ആകെ അന്തിച്ചു നിൽക്കുകയാണ് ബാക്കി എല്ലാവരും. വക്കീലമ്മ സഹിക്കുമോ? മോളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. അവര് വാദവും തുടങ്ങി. അവസാനം കോടതി വിധി വന്നപ്പോൾ അമ്മായിയമ്മ അകത്ത്. ഇവിടെ അകത്ത്, ജയിലിനകത്ത്. ഇപ്പോൾ പരോളിന് പുറത്തിറങ്ങി. ഇനി തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവന്റെ കല്യാണം കാണണമെന്നുണ്ട്. എന്ന് വെച്ച് തിരക്കൊന്നും ഇല്ല. നല്ലതാണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നാണ് ഞാൻ ഇവനോട് പറഞ്ഞത്. ഏതായാലും ഇവന് പിടിച്ച സ്ഥിതിക്ക് ഇവൻ പറഞ്ഞതെല്ലാം ശരിയാണോ എന്നറിയാനാണ് ഞാൻ വന്നത്. അപ്പൊ ദേ തുടക്കത്തിലെ താളം തെറ്റി. പറയേണ്ടതൊന്നും ഇവൻ പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ഇവൻ എന്റെ അടുത്ത് വന്നിട്ട് അമ്മ ജയിലിലായിരുന്നു എന്നുള്ള കാര്യം പറയരുതെന്ന് താഴ്മയായിട്ട് അപേക്ഷിച്ചായിരുന്നു. കല്യാണത്തിന് തൊട്ട് മുമ്പോ കല്യാണത്തിന് ശേഷമോ നിങ്ങളതറിഞ്ഞാലോ അവിടെ ഞാൻ ആരാകും? അതുകൊണ്ടാണ് ഇതെല്ലാം വെളിപ്പെടുത്തിയത്. എന്റെ മോള് ചാരുലത കോയമ്പത്തൂർ പഠിക്കുകയാണ്. പക്ഷെ ഞാൻ അവൾക്ക് കൂട്ടിരുന്നിട്ട് വരികയൊന്നും അല്ല. മാസങ്ങളായിട്ട് ജയിലിൽ കിടന്നിട്ട് വരികയാണ്. എല്ലാം കേട്ട് വിജയകുമാർ പറയുകയാണ്, എന്തായാലും ഈ സ്വഭാവം എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ എത്ര മോശം സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ശരി, കുടുംബത്തിൽ പിറന്ന ആളാണെങ്കിൽ അതെല്ലാം തുറന്നു പറയും.
അത്രയേ ജയലാലിന്റെ അമ്മയും ചെയ്തുള്ളൂ. അതിനുശേഷം രാഗിണി ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയാണ്, നിനക്കും അതേ അഭിപ്രായം തന്നെയാണോ ഭാഗ്യലക്ഷ്മി? അതോ ഒരു ജയിൽ പുള്ളിയുടെ മകനെ വേണ്ടാന്നുള്ള അഭിപ്രായം നിനക്കുണ്ടോ? അങ്ങനെയൊന്നുമില്ല എന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ രാഗിണി പറയുകയാണ്, എങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാം. ഷെയർ മാർക്കറ്റ് ഇവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആരുടെയും സഹായമില്ലാതെ ജീവിക്കാനുള്ള സമ്പത്തുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് ഇവന് കിട്ടണ്ടേ? 101 പവൻ പെണ്ണിന്റെ ദേഹത്ത് ഉറപ്പായിട്ടും വേണം. മണ്ഡപത്തിലേക്ക് പെൺകൊച്ചു കയറുമ്പോൾ നല്ല 916 സ്വർണ്ണാഭരണങ്ങൾ ശരീരത്ത് കണ്ടില്ലെങ്കിൽ വിളിച്ചുകൂട്ടിയ ആൾക്കാർക്ക് മുൻപിൽ വെച്ച് ഞാൻ നല്ല 4 വർത്തമാനം പറഞ്ഞിട്ട് ഇവനെയും വിളിച്ചുകൊണ്ടങ്ങ് പോകും. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അത്രയ്ക്കൊന്നും തരാൻ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. രാഗിണി പറയുകയാണ്, അത്രയും തന്നില്ലെങ്കിൽ ഇവൻ ഈ വീടിന്റെ മരുമകൻ ആകില്ല. ഇവൾ എന്റെ വീടിന്റെ മരുമകളും. ഇത്രയാണ് മഹാ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.